അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. വനിതകളെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലേക്ക് അടുപ്പിക്കാതിരുന്ന പഴയകാലം ഓർക്കുകയാണ് സംസ്ഥാനത്തെ ആദ്യ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് അന്നമ്മ ജേക്കബ്. കോതമംഗലം സ്വദേശി അന്നമ്മ പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ആവേശത്തോടെയാണ് വീക്ഷിക്കുന്നത്. വനിതകൾക്ക് സംവരണമില്ലാതിരുന്ന പുരുഷാധിപത്യ രാഷ്ട്രീയ കാലത്ത് മത്സരിച്ച് ജയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റായി ചരിത്രം കുറിച്ച കോതമംഗലം സ്വദേശി അന്നമ്മ ജേക്കബ് പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ വരാൻ പോകുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും ആവേശത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഇന്ന് രാഷ്ട്രീയത്തിൽ വനിതാ സംവരണം ഒരു യാഥാർത്ഥ്യമാണ്. അവസരമില്ലാത്ത കാലത്ത് അവസരം സൃഷ്ടിച്ച ഒരാളായിരുന്നു ഊന്നുകൽ സ്വദേശി മാറാച്ചേരി പുത്തയത്ത് അന്നമ്മ ജേക്കബ്. പക്ഷെ അന്ന് 60കളിലെ ഗ്രാമീണ കേരളത്തിന്റെ സമൂഹ ചട്ടക്കൂടുകൾ കടുപ്പമായിരുന്നു. 1963 മുതൽ കവളങ്ങാട് പഞ്ചായത്ത് മെമ്പർ, വൈസ് പ്രസിഡന്റ് എന്നീ ചുമതലകളിൽ 1984 വരെ പൊതുപ്രവർത്തനം നടത്തി. 1963 മുതൽ 68 വരെ വൈസ് പ്രസിഡന്റായിരുന്നു. 1968 മുതൽ 1979 വരെ പ്രസിഡന്റായി. അതോടെ കേരളത്തിലെ ആദ്യ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന ബഹുമതിക്കും അർഹയായി. 1979 തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്രയായി മത്സരിച്ച് എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടു. രാഷ്ട്രീയ അതിപ്രസരം മൂലം 1984 പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് പിന്മാറി. പണ്ട് വീടുകൾ കയറി വോട്ട് ചോദിച്ചും നോട്ടീസ് അടിച്ച് വിതരണം ചെയ്തുമുള്ള ചെലവ് കുറഞ്ഞ ഇലക്ഷൻ പ്രചാരണ രീതിയായിരുന്നു ഉണ്ടായിരുന്നതെന്നും ഇന്ന് സോഷ്യൽ മീഡിയയാണ് പ്രചാരണ രംഗം കീഴടക്കിയിരിക്കുന്നതെന്നും പൊതുപ്രവർത്തന രംഗത്തെ രാഷ്ട്രീയ അതിപ്രസരം മൂലമാണ് താൻ 1984 പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചതെന്നും അന്നമ്മ ജേക്കബ് പറഞ്ഞു. 1963 പഞ്ചായത്ത് കമ്മിറ്റിയാണ് അന്ന് ഒരു വനിതയെ നോമിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ നോമിനേറ്റ് ചെയ്ത് അന്ന് പഞ്ചായത്ത് മെമ്പറും വൈസ് പ്രസിഡൻറ്റുമായിട്ട് 68 വരെ തുടർന്നു. 84 കഴിഞ്ഞിട്ടും ഈ വാർഡ് വനിതാ വാർഡായിട്ടായിരുന്നു വീണ്ടും വന്നത്. എന്നെ ഇലക്ഷൻ നിൽക്കാൻ പലരും വന്ന് വിളിച്ചു. അപ്പോഴേക്കും രാഷ്ട്രീയ രീതിയിലായി ഇലക്ഷൻ. അപ്പോൾ എനിക്കതിനോട് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് എൻ്റെ കാലത്ത് നടന്ന പ്രവർത്തനങ്ങൾ എനിക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ബോധ്യത്തിൽ ഞാൻ തൽക്കാലം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നും പിന്മാറുകയാണ് ചെയ്തത്. കുടുംബജീവിതവും കൃഷിയുമായി അന്നമ്മ ഇന്ന് നവതിയുടെ നിറവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. Welcome to Vimalagiri International School, Muvatupura. Admissions are now open for the academic year 2026-2027 for pre-KG, LKG, UKG and 1 to 8 classes. Admissions are open for +1 classes also.